ഹലോ ഗൈസ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ്. വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വളരെ പ്രധാനമായിട്ട് കേരളത്തിലെ ഡിഗ്രി അഡ്മിഷന് കൊടുത്ത അലോട്ട്മെന്റ് റിസൾട്ട് ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥികളോടാണ്. അപ്പോൾ കേരള, കാലിക്കറ്റ്, MG അതുപോലെ തന്നെ കണ്ണൂർ അടക്കമുള്ള യൂണിവേഴ്സിറ്റികളുടെ കീഴിൽ നിങ്ങൾ ഒരു പക്ഷേ ഇതിനോടകം തന്നെ ഓപ്ഷൻസ് വെച്ചിട്ടുണ്ടാകും, ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്തിട്ടുണ്ടാകും. ചിലതിൻ്റെയൊക്കെ ലാസ്റ്റ് ഡേറ്റ് ജൂൺ 14, 15 ഒക്കെയാണ്. പക്ഷെ അത് കഴിഞ്ഞ് ഇനി ട്രയൽ അലോട്ട്മെന്റും ഫസ്റ്റ് അലോട്ട്മെന്റും ഒക്കെ വന്നതിന് ശേഷം നിങ്ങൾ ആക്ച്വലി കോളേജുകളിൽ പോയി ചിലപ്പോൾ ടെമ്പററി ആയിട്ട് അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് തന്നെ കിട്ടുന്ന ഓപ്ഷനുകളിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾ കോളേജുകളിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ ഡോക്യുമെന്റ്സ് ലിസ്റ്റ്, കൃത്യമായിട്ടുള്ള റിക്വയർഡ് ഡോക്യുമെന്റ്സ് ഉണ്ടാകണം. അത് അപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല, ഇപ്പോൾ തന്നെ അത് സെറ്റ് ചെയ്തും വെക്കണം. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് ആവശ്യമായിട്ട് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾക്കും കണ്ടന്റുകൾക്കും നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. സോ ഗൈസ്, കോളേജ് അഡ്മിഷന് വേണ്ട ഡോക്യുമെന്റ്സ്, ഒന്നാമത്തത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന SSLC, അതുപോലെ തന്നെ അല്ലെങ്കിൽ 10th മാർക്ക് ഷീറ്റ് അല്ലെ. അതുകൂടാതെ അതിന്റെ ഒറിജിനലും കോപ്പിയും എടുത്ത് വെക്കുക. കോപ്പി നിങ്ങൾ കോളേജിൽ കൊടുക്കേണ്ടി വരും. ഒറിജിനൽ വെരിഫിക്കേഷന് വേണ്ടി അഡ്മിഷൻ സമയത്ത് നിങ്ങൾ ഹാജരാക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന +2 സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, അതിന്റെ മാർക്ക് ലിസ്റ്റ് നിങ്ങൾ എടുത്തു വെക്കണം. ഇത് കൂടാതെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്തായാലും, അതുപോലെ തന്നെ ID പ്രൂഫായിട്ട് ആധാറും കയ്യിൽ കരുതണം. ഇനി ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ആണ്. നിങ്ങൾ +2 പഠിച്ച സ്കൂളിൽ നിന്ന് നിങ്ങൾ TC കൈപ്പറ്റിയിരിക്കണം. അതിന്റെ കൂടെ തന്നെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, കണ്ടന്റ് സർട്ടിഫിക്കറ്റ്. ഇനി മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും അവൈലബിൾ അല്ല, ബട്ട് സ്റ്റുഡൻസ് ഫ്രം അതർ ബോർഡ്സോ അല്ലെങ്കിൽ അതർ യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഇഫ് ആപ്ലിക്കബിൾ ആണെങ്കിൽ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് വേണം. ദെൻ പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ കാര്യം ഞാൻ പറഞ്ഞു, അത് 1, 2, 3 കോപ്പികൾ എടുത്ത് വെച്ചേക്കുക, ആവശ്യം വരും. അതുകൂടാതെ ഞാൻ ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റി ഓർ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള റിസർവേഷൻ ഉണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്. സാധാരണ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ വില്ലേജ് ഓഫീസിൽ നിന്നാണ്, അത് ഇപ്പോൾ തന്നെ റെഡിയാക്കി വെച്ചേക്കുക. ഓൾറെഡി നിങ്ങൾ ആപ്ലിക്കേഷന് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട് എങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. അതുകൂടാതെ നിങ്ങളുടെ വരുമാനം തെളിയിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ് ആണ്. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളവർക്ക് മാത്രം മതി. ദെൻ അത് കൂടാതെ അലോട്ട്മെന്റ് മെമ്മോ, നിങ്ങൾ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ അത് പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചേക്കണം. കോളേജുകളിൽ പോകാനാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ വെച്ചതിന്റെ പ്രിന്റ് ഔട്ട് നിങ്ങൾ എടുക്കണം. അത് കൂടാതെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. ലൈക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഭിന്നശേഷിയോ വേറെ എന്തെങ്കിലും റിസർവേഷനോ എക്സ്ട്രാ ഉണ്ട് എങ്കിൽ, അത് കൂടാതെ നിങ്ങൾ ഏതെങ്കിലും സ്പെഷ്യൽ കോട്ടയാണെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ കയ്യിൽ വെച്ചിരിക്കണം. ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ചില കോളേജുകൾ ചോദിക്കാറുണ്ട്, എങ്കിൽ അതിന്റെയും ആവശ്യമുണ്ട്. അപ്പോൾ തന്നെ കൊടുത്തില്ല എങ്കിൽ പിന്നീട് കൊടുത്താലും മതി, അത്തരത്തിലുള്ള നിയമവും പല കോളേജുകളിലും ഉണ്ട്. ഇനി ഗ്യാപ്പ് ഉണ്ട് എങ്കിൽ അത് തെളിയിക്കുന്ന അറ്റസ്റ്റ് സർട്ടിഫിക്കറ്റും വേണം. ദെൻ ഫീ പേയ്മെന്റ് ചെയ്തതിന്റെ, യൂണിവേഴ്സിറ്റി ലെവലിൽ നിങ്ങൾ ഫീസ് അടച്ചതിന്റെ റെസിപ്റ്റും നിങ്ങളുടെ കയ്യിൽ കരുതണം. ഇത് കൂടാതെ ഞാൻ പറഞ്ഞത് ഗ്രേസ് മാർക്ക് എന്തെങ്കിലും അവാർഡ് ആയിട്ടുണ്ട്, ഫോർ എക്സാമ്പിൾ NCC, NSS ഒക്കെ നിങ്ങൾ ഉണ്ട് എങ്കിൽ അതിന്റെ ഈ ബോണസ് പോയിന്റ് ലഭിക്കാൻ വേണ്ടി അതിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കയ്യിൽ കരുതേണ്ടതുണ്ട്. നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തോ, പിന്നീട് ഒരു ഡൗട്ടിന്റെ ആവശ്യമില്ല. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കമന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് നമുക്ക് DM അയക്കുക. ഓൾ ദി ബെസ്റ്റ്.